ഹായ് ഫ്രണ്ട്സ്, ഏപ്രിൽ 2022 കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ MC ജോസഫൈൻ അന്തരിച്ചു. രാഷ്ട്രപതിയുടെ മികച്ച സംസ്കൃത അധ്യാപക മുൻ പുരസ്കാര ജേതാവും എഴുത്തുകാരനുമായ ഡോക്ടർ മാവേലിക്കര അച്യുതൻ അവരും അന്തരിച്ചു. രാഷ്ട്രപതിയുടെ മികച്ച സംസ്കൃത അധ്യാപകൻ മുൻ പുരസ്കാര ജേതാവാണ്, എഴുത്തുകാരനാണ് ഡോക്ടർ മാവേലിക്കര അച്യുതൻ. പേര് മറന്നു പോകണ്ട. മാവേലിക്കര അച്യുതൻ മുൻ സംസ്കൃത അധ്യാപകനാണ്. രാഷ്ട്രപതിയുടെ മികച്ച സംസ്കൃത അധ്യാപകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എഴുത്തുകാരനാണ്. മാവേലിക്കര അച്യുതൻ അന്തരിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്ക് ഗൈഡഡ് മിസൈൽ, അതാണ് ഹെലീന. അതും വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്ക് ഗൈഡഡ് മിസൈൽ ഹെലീന ടാങ്ക് ഗൈഡഡ് മിസൈലാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, സാഫ് അണ്ടർ 18 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ജേതാക്കളായി. സാഫ് അണ്ടർ 18 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലാണ്. ആരാണ് ജേതാക്കൾ? ഇന്ത്യയാണ്. സാഫ് അണ്ടർ 18 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ജേതാക്കളായി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ സയ്യിദ് ഷഹ്സാദി, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. സയ്യിദ് ഷഹ്സാദി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ സയ്യിദ് ഷഹ്സാദി, ഓർത്തുവെക്കുക. സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമായി മത്സ്യ 6000 എന്ന വാഹനം ആദ്യഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയായി. സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമായുള്ള മത്സ്യ 6000, സമുദ്രയാനാണ്, മത്സ്യയാണ്, 6000 എന്ന ജലവാഹനം ആദ്യഘട്ട പരീക്ഷണം പൂർത്തിയായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട, തിരുവനന്തപുരം ജില്ലയ്ക്ക് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 3ാമത് ദേശീയ ജലശക്തി പുരസ്കാരത്തിൽ ദക്ഷിണേന്ത്യൻ ജില്ലകളിൽ നിന്ന് 1ാം സ്ഥാനം. ദക്ഷിണേന്ത്യൻ ജില്ലകളിൽ നിന്നുള്ള 1ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ ദേശീയ ജലശക്തി പുരസ്കാരമാണ് തിരുവനന്തപുരത്തിന്. ദക്ഷിണേന്ത്യൻ ജില്ലകളിൽ 1ാം സ്ഥാനത്താണ് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദക്ഷിണേന്ത്യൻ ജില്ലകളിൽ. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ സൊസൈറ്റിയുടെ ഒരു മെഡലാണ് സർ ഗിൽബർട്ട് വാൾക്കർ സ്വർണ്ണ മെഡൽ. സർ ഗിൽബർട്ട് വാൾക്കർ സ്വർണ്ണ മെഡൽ അത് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ സൊസൈറ്റിയുടെ ഒരു അവാർഡാണ്. അത് ഡോക്ടർ VP ജോസഫിനാണ്. ഡോക്ടർ VP ജോസഫിന് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ സൊസൈറ്റിയുടെ സർ ഗിൽബർട്ട് വാൾക്കർ സ്വർണ്ണ മെഡൽ നേടി. (2022) ഖത്തറിൽ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന ഔദ്യോഗിക പന്ത്. ഖത്തറിൽ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പിൽ, ആ വേൾഡ് കപ്പിൽ ഉപയോഗിക്കുന്ന ഔദ്യോഗിക പന്തിന്റെ പേരാണ് അൽ റിഫ്ല. എന്താണ് അതിന്റെ പേര്? അൽ റിഫ്ല. ഖത്തറിൽ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ടൂർണമെന്റ് ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന ഔദ്യോഗിക പന്താണ് അൽ റിഫ്ല. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയി. നാറ്റോ വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. അതൊരു സൈനിക സഖ്യമാണ്. അതിന്റെ സെക്രട്ടറി ജനറലായി ജെൻസ് സ്റ്റോൾട്ടൻബർഗ് പുനർനിയമിതനാവുകയാണ്, വീണ്ടും നിയമിക്കപ്പെടുകയാണ്. ഇപ്പൊ നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. ജെൻസ് സ്റ്റോൾട്ടൻബർഗ്, മറന്നു പോകണ്ട. ജെൻസ് സ്റ്റോൾട്ടൻബർഗ് നിയമിതനായി. കൊല്ലം ജില്ലാ പഞ്ചായത്തിന് ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് സംസ്ഥാന ആർദ്ര കേരള പുരസ്കാരം. സംസ്ഥാന ആർദ്ര കേരള പുരസ്കാരം കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ്
സംസ്ഥാന ആർദ്ര കേരള പുരസ്കാരം. ഫോർമുല 1 സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സിൽ മാക്സ് വെർസ്റ്റപ്പൻ ജേതാവായി. ഫോർമുല 1 കാറോട്ട മത്സരമാണ്. ഫോർമുല 1 മത്സരത്തിൽ സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സിൽ മാക്സ് വെർസ്റ്റപ്പൻ ജേതാവായി. ഫോർമുല 1 സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സിൽ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി എസ് രാജു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതിന്റെ ഡയറക്ടർ ജനറലായി എസ് രാജു നിയമിതനായി. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? എസ് രാജു. ഏതിന്റെയാണ് എസ് രാജു നിയമിതനായത്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായ. ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി ഹിമാൻ ബിശ്വ ശർമ്മ പുനർനിയമിതനാവുകയാണ്. ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി ആരാണ്? ഹിമാൻ ബിശ്വ ശർമ്മ പുനർനിയമിതനായി. മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ ഇന്ത്യൻ കരസേനാ മേധാവി. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഏതാണത്? ഇന്ത്യൻ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. ഇന്ത്യൻ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ നിയമിതനായി. 2022 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ ജേതാക്കളാകും. 2022 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ആര് ജേതാവായി? ഓസ്ട്രേലിയ ജേതാവായി. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗ്യചിഹ്നം, രണ്ടാമത് ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം വീര. രണ്ടാമത് ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? വീരയാണ്. മറക്കണ്ട. കറണ്ട് അഫയേഴ്സിൽ മിസൈൽ സംവിധാനമായ സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് SFDR എന്ന് പറയും. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എന്ന് പറയുന്ന ഒരു മിസൈൽ സംവിധാനമാണ്. അത് ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ചുരുക്കപ്പേരും കൂടി ഓർക്കുക. എസ് സോളിഡിന്, എഫ് ഫ്യൂവലിന്, ഡി ഡക്റ്റഡ്, ആർ റാംജെറ്റ്. ഇന്ത്യ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. SFDR. ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ലബോറട്ടറിയാണ് DRDA. ആ DRDAയുടെ കീഴിലുള്ള ലബോറട്ടറിയാണ് മിസൈൽ വികസിപ്പിച്ചത്. സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ്, അതാണ് അതിന്റെ മുഴുവൻ പേര്. കേരളത്തിലെ ബസ് ചാർജ് വർധനവിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ജസ്റ്റിസ് രാമചന്ദ്ര കമ്മീഷൻ. ജസ്റ്റിസ് രാമചന്ദ്ര കമ്മീഷൻ കേരളത്തിലെ ബസ് ചാർജ് വർധനവിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്. ബാലസാഹിതി പ്രകാശൻ ഏർപ്പെടുത്തിയ 2002 കുഞ്ഞുണ്ണി പുരസ്കാരത്തിന് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് അർഹനായി. ഗോപിനാഥ് മുതുകാട് അദ്ദേഹം കുഞ്ഞുണ്ണി പുരസ്കാരത്തിന് അർഹനായി. ബാലസാഹിതി പ്രകാശൻ ഏർപ്പെടുത്തിയ 2022 പുരസ്കാരമാണ്. പിനാക റോക്കറ്റ് സംവിധാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് പിനാക MK1 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. പിനാക റോക്കറ്റ് സംവിധാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ്. 2022 വനിതാ ലോക ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നൊരു മാച്ച് റഫറി ഉണ്ട്. അവരുടെ പേരാണ് GS ലക്ഷ്മി. 2022 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യക്കാരിയായ GS ലക്ഷ്മി മാച്ച് റഫറിയായി. കൈനകരി തങ്കരാജ് അന്തരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത നാടക ചലച്ചിത്ര നടനും സംവിധായകനുമായ കൈനകരി തങ്കരാജ് അന്തരിച്ചു. ഹംഗറിക്ക് 4ാം തവണയും പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ തന്നെയാണ്. വിക്ടർ ഓർബാൻ ഹംഗറിയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ്
എന്താണ്? കാർലോസ് അൽക്കാരസ് മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ്. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ദീൻദയാൽ ഉപാധ്യായ പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് ദീൻദയാൽ ഉപാധ്യായ പുരസ്കാരം, മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരമാണ് ദീൻദയാൽ ഉപാധ്യായ പുരസ്കാരം. അത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ കൊല്ലം മുഖത്തലയ്ക്കാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ കൊല്ലം മുഖത്തല, അതുപോലെ തന്നെ കോട്ടയം ലാലാം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ. ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ തൃശൂർ അളഗപ്പ നഗർ, ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ തൃശൂർ അളഗപ്പ നഗർ, കൊല്ലം ശാസ്താംകോട്ട, കണ്ണൂർ പാത്തിനിശ്ശേരി പഞ്ചായത്തുകളും പുരസ്കാരം നേടി. പ്രധാനപ്പെട്ട ഒന്നാണ്, ഓർത്തുവെക്കണം. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരമാണ് ദീൻദയാൽ ഉപാധ്യായ പുരസ്കാരം. അത് ഇത്തവണ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ് കേരളത്തിൽ. ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ കൊല്ലം മുഖത്തല, കോട്ടയത്ത് ലാലം പഞ്ചായത്ത്, 2 ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ. ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ തൃശൂർ അളഗപ്പ നഗർ, കൊല്ലം ശാസ്താംകോട്ട, കണ്ണൂർ പാത്തിനിശ്ശേരി പഞ്ചായത്തുകളും നേടി. നീതി ആയോഗിന്റെ ഊർജ പാരിസ്ഥിതിക സൂചികയിൽ കേരളത്തിന് 2ാം സ്ഥാനം. വൈദ്യുതി വിതരണ മേഖലയിലെ കാര്യക്ഷമതയും പാരിസ്ഥിതിക സൗഹൃദ നടപടികളുമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. അപ്പൊ നീതി ആയോഗിന്റെ ഊർജ പാരിസ്ഥിതിക സൂചിക, അതിലും കേരളത്തിന് ഒട്ടനവധി സ്ഥാനങ്ങൾ കേരളം നേടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കേരളത്തിന് 2ാം സ്ഥാനമാണ് ഊർജ പാരിസ്ഥിതിക സൂചികയിൽ. വൈദ്യുത വിതരണ മേഖലയിലെ കാര്യക്ഷമതയും പാരിസ്ഥിതിക സൗഹൃദ നടപടികളുമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. അപ്പോ ഏപ്രിൽ 2022 ആദ്യ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. പഠിച്ചു വെക്കുക, നോട്ട് എടുക്കുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.